ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ ജയ മഹാദേവി. ഇന്നലത്തെ ബാക്കി കുറച്ച് പറയാനുണ്ടല്ലോ. ഇന്നലെ ഒരു അധ്യായം പൂർത്തിയാക്കിയിട്ടില്ല നമ്മൾ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി എന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആഹാരമില്ലാതെ മൗനവ്രതം ആചരിച്ച് ജപിച്ചും വെള്ളത്തിൽ നിന്നും ജപിച്ചാൽ സദ്യോ മൃത്യുവെ ജയിക്കാമത്രേ. വെള്ളത്തിന് ജപിച്ചാൽ സദ്യോ മൃത്യുവെ ജയിക്കാം. കൂവളത്തിന് ചുവട്ടിരുന്ന് കൂവളത്തിന്റെ ഇലാഫലം തുടങ്ങിയവ കൊണ്ട് ഹോമം ചെയ്ത് 1 മാസം ജപിച്ചാൽ രാജ്യം ലഭിക്കും. 100 താമര ഹോമിച്ചാൽ ശത്രുഭയമില്ലാത്ത രാജ്യം ലഭിക്കും. അരയാലിന്റെ ചമത ഹോമിച്ചാൽ യുദ്ധത്തിൽ ജയിക്കാം. അരക്കൊപ്പം വെള്ളത്തിൽ നിന്ന് 7 ദിവസം ജപിച്ച് വഞ്ഞിയുടെ പൂവോ ഇലയോ പാലിൽ മുക്കി 7 ദിവസം പായസത്തോടുകൂടി 100 പ്രാവശ്യം ഹോമിച്ചാൽ മഴയുണ്ടാകും. ശ്രീനാരദ മഹർഷിയെന്ന് ഈ നാരായണ മഹർഷി പറഞ്ഞു കൊടുത്തു. പിന്നീട് എന്താ പറയുന്നത്? ഭസ്മം കുഴച്ച് 100 പ്രാവശ്യം ജലത്തിൽ തൂവുകയാണെങ്കിൽ പേമാരി ഇല്ലാതാവും. പ്ലാശൻ ചമത ഹോമിച്ചാൽ ബ്രഹ്മ തേജസ് ഉണ്ടാകും. ഭസ്മം കുഴച്ചിട്ട് 100 പ്രാവശ്യം ജലത്തിൽ തൂവണം. തേൻ മുക്കിയ പൂക്കളാൽ ഹോമിച്ചാൽ ഇഷ്ടപ്പെട്ടവനെയും ലക്ഷ്മിയെയും വശത്താക്കാം. വെള്ളത്തിൽ നിന്നുകൊണ്ട് കയ്യിൽ ജലമെടുത്ത് മന്ത്രപൂർവ്വം ശിരസിൽ അഭിഷേകം ചെയ്യുകയാണെങ്കിൽ ബുദ്ധിയും ആരോഗ്യവും ആയുസ്സും സ്വസ്ഥതയും ഉണ്ടാകും. അന്യനെ ഉദ്ദേശിച്ച് അപ്രകാരം ചെയ്താൽ അയാൾക്കും ഫലം സിദ്ധിക്കും. പിന്നീട് എന്താ പറയുന്നത് നോക്കാം. ശുദ്ധമായ സ്ഥലത്ത് ഇരുന്ന് ദിവസവും 1000 ഒരു വീതം 1 മാസം ജപിച്ചാൽ ദീർഘായുസ് ഉണ്ടാകും അത്രേ. ആയുസ്സും ആരോഗ്യവും വേണമെങ്കിൽ 2 മാസം ജപിക്കണം. ശ്രീ കൂടി വേണമെങ്കിൽ ഇപ്പറഞ്ഞ പ്രകാരം 3 മാസം ജപിക്കണം. 4 മാസം ജപിച്ചാൽ ഭാര്യാപുത്രന്മാരും കീർത്തിയും ലഭ്യമാകും. പിന്നെ 5 മാസം ജപിക്കുകയാണെങ്കിൽ പുത്രൻ, ഭാര്യ, ആരോഗ്യം, ശ്രീ ആയുസ്സും ഉണ്ടാകും. എന്താ ജപിക്കേണ്ടത് മനസ്സിലായില്ലേ? ഗായത്രി 300 വീതം 3 മാസം ജപിച്ചാൽ സർവകാമനകളും സാധിക്കും. 1100 പ്രാവശ്യം ജപിച്ചാൽ സർവസിദ്ധിയും സ്വായത്തമാകും. പ്രാണവായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് 300 പ്രാവശ്യം ജപിച്ചാൽ വിചാരിച്ച കാര്യം സാധിക്കും. 1000 ആയാൽ മോക്ഷവും ലഭിക്കും. ശ്വാസം അടക്കി കൈകൾ പൊക്കി ഒറ്റക്കാലിൽ ഊർധ്വബാഹുവായി നിന്ന് 1 മാസം ജപിച്ചാൽ എന്തും നേടാമെന്ന് വിശ്വാമിത്ര മഹർഷി പറയുന്നു. 3 ലക്ഷം ജപം കൊണ്ട് സർവം സാധ്യമായി വരും. 1 മാസം വെള്ളത്തിൽ മുങ്ങി നിന്ന് 100 വീതം ജപിച്ചാലും വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റും. ശ്രീനാരദ മഹർഷി അയ്യോ ഇനി രാത്രി മാത്രം ഹവിസ് ഭുജിച്ച് 1 കൊല്ലം നേരത്തെ പറഞ്ഞ മാതിരി ഒറ്റക്കാലിൽ നിന്ന് ജപിച്ചാൽ ഋഷിത്വം പ്രാപിക്കാം. അതാണ് ഫലം. 2 കൊല്ലം ഭജിക്കുകയാണെങ്കിൽ ശാപാനുഗ്രഹ ശക്തികൾ ഉണ്ടാകും. 3 കൊല്ലം ജപിക്കുകയാണെങ്കിൽ ത്രികാല ജ്ഞാനം ഉണ്ടാകും. 4 കൊല്ലം ജപിച്ചാലോ? 4 കൊല്ലം ജപിച്ചാൽ സൂര്യദേവൻ പ്രത്യക്ഷനാകും. അങ്ങനെ 5 കൊല്ലമായാൽ എന്താ ഉണ്ടാകുക? അഷ്ടൈശ്വര്യങ്ങളും സിദ്ധിക്കും. 6 വർഷം ജപിക്കുകയാണെങ്കിൽ കാമദേവന്റെ രൂപം ലഭ്യമാകും, അതിസുന്ദരനാകും. 7 വർഷം ജപിക്കുകയാണെങ്കിൽ അമരത്വം ലഭിക്കും. 9 കൊണ്ട് മനുത്വവും 10 കൊണ്ട് ഇന്ദ്രപദവിയും നേടാം. 11 വത്സരം ജപിച്ചാൽ പ്രാജാപത്യവും 12 വത്സരം ജപിച്ചാൽ ബ്രഹ്മത്വവും സിദ്ധിക്കും. ശ്രീനാരദ മഹർഷി ഇങ്ങനെയൊക്കെ ഉണ്ട് ഗുണങ്ങൾ ഇതിന്, ഈ ഗായത്രി മന്ത്രത്തിന്. ഈ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണ് നാരദാദികൾ 3 ലോകവും ജയിച്ചത്. ചില താപസന്മാർ കിഴങ്ങോ സോമരസമോ പാലോ പഴങ്ങളോ ഇലയോ ഭുജിച്ച് അർദ്ധമാസം കഴിക്കും, അതായത് 15 ദിവസം. ചിലർ ഭിക്ഷയെടുത്തും ചിലർ ഭവിഷ്യാനം ഭുജിച്ചും കൊണ്ട് തീവ്ര തപസ് ചെയ്യും. ബ്രാഹ്മണർ എന്ത് ചെയ്യും? ഒരു പാപശാന്തിക്കായി 3000 ഒരു ജപിക്കണം. 1 മാസം ഇപ്രകാരം അനുഷ്ഠിച്ചാൽ സ്വർണം മോഷ്ടിച്ച പാപം പോലും ഇല്ലാതെയാകും. 3000 ഒരു വീതം 1 മാസം മുടങ്ങാതെ ജപിച്ചാലോ മദ്യപന് ശുദ്ധനാകാം. 3000 ഒരു വീതം 1 മാസം ജപിച്ചാൽ ഗുരുപത്നിയെ പ്രാപിച്ച പാപം ഇല്ലാതെയാകും. കാട്ടിൽ ചെന്ന് കുടിൽ കെട്ടി അവിടെ ഇരുന്ന് 1 മാസം ജപിച്ചാൽ ബ്രഹ്മഹത്യാ പാപം തീർന്ന് കിട്ടുമെന്ന് കൗശികൻ പറയുന്നു. വെള്ളത്തിൽ മുങ്ങി നിന്ന് 1000 പ്രാവശ്യം 12 ദിവസം ജപിച്ചാൽ വൻ പാതകങ്ങൾ ചെയ്ത ദോഷങ്ങളും തീർന്നു കിട്ടും. പ്രാണായാമം ചെയ്ത് മൗനിയായി 1 മാസം ഇതേവിധം 3000 ഒരു ജപിച്ചാൽ പാപവിമുക്തനായി തീരും. പിന്നെന്താ? ഇപ്രകാരം 1000 വീതം 1 മാസം ജപിച്ചാൽ രാജാവ് ശുദ്ധനാകും. ദിവസവും 3000 വീതം 12 ദിവസം ബ്രാഹ്മണൻ ഗായത്രി ജപിച്ചാൽ ഗോഹത്യാ പാപം ഇല്ലാതാകും.
പിന്നെന്താ, അഗമ്യാഗമനം, പോവാൻ പാടില്ലാത്തടത്ത് പോവുക, തേയം കളവ്, കൊല, അഭക്ഷ്യഭക്ഷണം, തിന്നാൻ പാടില്ലാത്ത തിന്നല്, ഇവയൊക്കെ ചെയ്താലുള്ള പാപം 10,000 ഒരു ഗായത്രി ജപിക്കുന്നത് കൊണ്ട് ഇല്ലാതാവും. വൻ കാട്ടിലിരുന്ന ഗായത്രി 1 മാസം നിത്യം ജപിക്കണം. 3000 ഒരു ജപിച്ചാൽ നോൻപ് നോറ്റ ഫലം കിട്ടും. 24,000 ഒരു ജപിച്ചാൽ കൃഷ്ണവ്രതമായി. 64,000 ആയാലോ ചാന്ദ്രായണ വ്രതമായി. ഓരോ വ്രതത്തിനും ഓരോരു പേരുണ്ടല്ലോ. 2 സന്ധ്യകളിലും പ്രാണായാമം ചെയ്ത് 100 ഒരു ഗായത്രി ജപിച്ചാൽ സർവ്വ പാപങ്ങളിൽ നിന്നും വിമുക്തനാകും. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന സൂര്യസ്വരൂപയായ ദേവിയെ ധ്യാനിച്ച് 100 ഒരു ഗായത്രി ജപിച്ചാൽ പാപങ്ങളെല്ലാം തീരും. വളരെ 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 രഹസ്യമായ ശാന്തി ശുദ്ധാദികൾ മുഴുവനും ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു. അത്രയും രഹസ്യമാണ്. പക്ഷെ അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്. ഇത് വിധി പോലെ ആചരിച്ചെന്നാൽ ജഗദംബ പ്രസാദിക്കും. നിത്യനൈമിത്തിക കാമ്യ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചാൽ ഭുക്തിയും മുക്തിയും ലഭ്യമാകും. ആചാരമാണ് പ്രഥമധർമ്മം. സദാചാരങ്ങൾ തെറ്റിക്കാതെ ആചരിക്കുന്നവൻ ശുദ്ധനും ധന്യനും ആയിത്തീരും. ദേവീ പ്രസാദമുണ്ടാക്കുന്ന സദാചാരക്രമങ്ങളെ കേട്ടാൽ തന്നെ സമ്പത്തും സൗഖ്യവും വന്നു ഭവിക്കും. ഈ അനുഷ്ഠാനം കൊണ്ട് ഐഹികവും അമുഷ്മികവുമായ സുഖങ്ങൾ സിദ്ധിക്കും. ശ്രീനാഥ മഹർഷി, ഞാൻ പറഞ്ഞതൊക്കെ അങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സദാചാര നിരൂപണം എന്ന 24-ാം അധ്യായവും 11-ാം സ്കന്ധവും ദേവീ പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി 12-ാം സ്കന്ധം, അതായത് ദ്വാദശ സ്കന്ധം. നമുക്ക് ദ്വാദശ സ്കന്ധത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയണ്ടേ? ഇവർ രണ്ടുപേരും പറയുന്നത് നമുക്ക് കേൾക്കണ്ടേ? അപ്പൊ നാരദ മഹർഷി ശ്രീനാരായണ ഋഷി ദേവനോട് പറയണു, അല്ലയോ മഹാശയ, അങ്ങ് പറഞ്ഞു തന്ന സദാചാരക്രമങ്ങളും ദേവീചരിതങ്ങളും അമൃതിന് സമം തന്നെയാണ്. അവിടുത്തെ മുഖകമലത്തിൽ നിന്ന് തന്നെ ആ അമൃത് സേവിക്കാൻ സാധിച്ചത് കൊണ്ട് ഞാൻ കൃതാർത്ഥനായി. അങ്ങ് ചാന്ദ്രായണം തുടങ്ങിയ പ്രധാനപ്പെട്ട വ്രതങ്ങളെയും ഉപദേശിച്ചു തന്നു. ഈ ധർമ്മങ്ങളൊക്കെ സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാൻ ഏറെ വിഷമമുള്ളതാണ്. അതുകൊണ്ട് ദേവീ പ്രസാദം ലഭിക്കുവാൻ പറ്റിയ സുഖസാധ്യമായ മാർഗം ഏതാണ്? ആ മാർഗം ഉപദേശിച്ചു തന്നാൽ അത് ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് പറയണു. ആര് പറയണു? ശ്രീനാരായണ മഹർഷി ചോദിക്കുന്നു. സദാചാരക്രമങ്ങൾ വർണ്ണിക്കുന്നതിൻ്റെ കൂടെ ഗായത്രീ വിധിയും പറഞ്ഞു തന്നുവല്ലോ. അതിലേതാണ് പ്രധാനമായിട്ടുള്ളതെന്ന് അറിഞ്ഞാൽ തർക്കമില്ല. ഏതനുഷ്ഠിച്ചാലാണ് ദേവീ പ്രസാദം ലഭിക്കുക എന്നും അറിയാൻ താല്പര്യമുണ്ട്. ഗായത്രിക്ക് 24 വർണ്ണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഗായത്രിയുടെ ഋഷി, ഛന്ദസ്, ദേവത ആരൊക്കെയാണെന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അപ്പൊ ശ്രീനാരായണ ഋഷി പറയാൻ തുടങ്ങി. എന്താ പറയുന്ന അദ്ദേഹം? ദേവർഷേ, ഗായത്രി മന്ത്രം വിധിയായി അനുഷ്ഠിക്കുന്നവൻ കൃതകൃത്യനായി ഭവിക്കും. മറ്റു കർമ്മങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, ഈ ഗായത്രി മന്ത്രം മാത്രം മതി ദേവി പ്രസാദിക്കുവാൻ. ബ്രാഹ്മണൻ 3 സന്ധ്യകളിലും അർഘ്യം നൽകി ഗായത്രി 3000 ഒരു ജപിക്കണം. എന്നാൽ അവൻ ദേവന്മാർക്ക് പോലും സംപൂജ്യനായി തീരും. ന്യാസം ചെയ്തില്ലെങ്കിലും തരക്കേടില്ല. ഗായത്രി മന്ത്രം കൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപിണിയെ ധ്യാനിച്ച് ഗായത്രി മന്ത്രം ജപിക്കുക തന്നെ വേണം. ആ മന്ത്രത്തിലെ ഒരക്ഷരത്തിന്റെ സിദ്ധി ആർജിച്ചവൻ ത്രിമൂർത്തികൾക്കും ഇന്ദ്രാദി ദേവന്മാർക്കും സമനാകും. അതിൻ്റെ വർണ്ണങ്ങൾ, ഋഷികൾ, ഛന്ദസ്സുകൾ, ദേവതകൾ, തത്വങ്ങൾ എന്നിവയെപ്പറ്റി ക്രമമായി പറഞ്ഞു തരാം. വാമദേവൻ, അത്രി, വസിഷ്ഠൻ, ശുക്രൻ, കണ്ണൻ, പരാശരൻ, വിശ്വാമിത്രൻ, കപിലൻ, ശൗനകൻ, യാജ്ഞവൽക്യൻ, ഭരദ്വാജൻ, ജമദഗ്നി, ഗൗതമൻ, മുദ്ഗരൻ, വ്യാസൻ, ലോമേശൻ, അഗസ്ത്യൻ, കൗശികൻ, വത്സൻ, പുലസ്ത്യൻ, മാണ്ഡൂക ഋഷി, ദുർവാസസ്, നാരദൻ, കശ്യപൻ തുടങ്ങിയ ഋഷിശ്രേഷ്ഠന്മാരാണ് ക്രമത്തിൽ ഓരോ വർണ്ണത്തിൻ്റെയും ഋഷിമാര്. ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, ബൃഹതി, പംക്തി, തിഷ്ടുപ്പ്, ജഗതി, അജിത, ഗതി, ശക്വരി, അതിശക്വരി, ധൃതി, അതിധൃതി, വിരാട്, പ്രസ്താരപംക്തി, കൃതി, ആകൃതി, വികൃതി, സത്കൃതി, അക്ഷരപംക്തി, ഭൂവ, ജ്യോതിഷ്മതി, ഇത്രയുമാണ് ഛന്ദസ്സുകൾ എന്ന് പറയപ്പെടുന്നത്. ഇത്ര നോക്കിയാൽ അത്ര ക്ഷമയോടെയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ദേവതമാരെ പറ്റി പറയാം. അഗ്നി, പ്രജാപതി, സോമൻ, ഈശാനൻ, സവിതാവ്.
ആദിത്യൻ ബൃഹസ്പതി, മൈത്രാവരുണി, ഭഗൻ, ആര്യമാവ്, ഗണേശൻ, തൊഷ്ടാവ്, പൂഷാവ്, വിദ്യുദേവത, വായു, വാമദേവൻ, വിഷയദേവന്മാർ, മാതൃക്കള്, വിഷ്ണു, വസു, രുദ്രൻ, കുബേരൻ, അശ്വിനി ദേവന്മാർ 24 പേരാണ് ഈ ഓരോ വർണ്ണത്തിന്റെയും ദേവതമാര്. പ്രകാരം 24 വർണ്ണങ്ങളുടെയും ഋഷി ഛന്ദസ് ദേവതമാരെയും വർണ്ണിച്ചു തന്നു. ഇതിന്റെ ശ്രവണമാത്രയിൽ തന്നെ സർവ പാപങ്ങളും നശിച്ചു പോകും. സാംഗമായി ജപിച്ചാലുള്ള ഫലം ലഭിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഗായത്രി ഛന്ദോ ദേവതാ ഋഷികൾ എന്ന 1-ാം അധ്യായം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. നമുക്ക് ബാക്കി കാര്യം നമുക്ക് നാളെ നോക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജഗദംബികായേതി സമർപ്പയാമി.